ഇറാനെ പിന്തുണച്ച് റഷ്യ രംഗത്ത് വന്നതും അമേരിക്കയെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നതും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുള്ള അമേരിക്കൻ നടപടിയിൽ വലിയ വിമർശനമാണ് റഷ്യ ഉന്നയിക്കുന്നത്. എന്നാൽ റഷ്യയുടെ ഈ പോക്ക് നല്ലതിനല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവയ്ക്കുന്നത്. എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് നൽകുന്ന വിലയിൽ ഏറിയ വ്യത്യാസം അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു വ്യതിയാനം ഉണ്ടായിരിക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധത്തിനിടയിൽ തന്നെ ആഗോള ഊർജ വിപണിയിലെ വിലക്കയറ്റം അത് നിയന്ത്രിക്കാൻ റഷ്യൻ എണ്ണയ്ക്ക് അമേരിക്ക നൽകിയ ഇളവ് അവിടെ മോസ്കോയ്ക്ക് വൻ സാമ്പത്തിക നേട്ടമായി തന്നെ മാറിയതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാർച്ചിൽ മാത്രം $19 ബില്യൺ റഷ്യയുടെ എണ്ണ വരുമാനമായി തന്നെ വിലയിരുത്തുന്നത്. ഫെബ്രുവരിയിൽ പ്രതിദിനം ഏകദേശം 3,20,000 ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥാനത്ത് മാർച്ചിൽ ഇത് 71 ലക്ഷം ബാരലായി തന്നെ ഉയരുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 11 വരെ കടലിലുണ്ടായിരുന്ന എണ്ണ വാങ്ങൽ വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്ക അനുമതി നൽകിയിരുന്നു. കടുത്ത ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഫിലിപ്പീൻസ് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി തേടിയിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുള്ള അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെയാണ് ഇവിടെ റഷ്യ രംഗത്ത് വരുന്നത്. ഹോർമുസിൽ ഇറാനൊപ്പം റഷ്യ ഇറങ്ങിയേക്കുമെന്നും അമേരിക്കൻ ഉപരോധം പ്രതിരോധിക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു യുദ്ധത്തിൽ റഷ്യയും പങ്കുചേരുമെന്ന ഒരു വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലെവ്റോവും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലൂടെയാണ് നിർണായകമായ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗൗരവത്തോടെയുള്ള നയതന്ത്ര ഇടപെടലുകൾ US നടത്തണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നതാണ് ഇവിടെ വ്യക്തമായി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. US ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയാണ് എന്നും ഹോർമുസ് ഉപരോധിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇറാൻ മാത്രമല്ല എന്ന ഓർമ്മ ഇവിടെ വേണം എന്നതാണ് അരാക്ചി അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അവിടെ എത്തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നതിൽ സംയുക്ത ചർച്ചയ്ക്കായി തന്നെ ലെവ്റോർ ഉടൻ തന്നെ അവിടെ ചില രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിന് ശേഷം നിർണായക തീരുമാനങ്ങൾ അവിടെ കൈക്കൊള്ളും എന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.